ഡിസൈനിങ് മികച്ച തൊഴിൽ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്ന മേഖലയാണല്ലോ. വ്യത്യസ്തങ്ങളായ ബിരുദാനന്തര പ്രോഗ്രാമുകൾ പ്രദാനം ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് നമുക്ക്. ഡിസൈൻ അഭിരുചി പരിശോധിക്കുന്ന പ്രത്യേക പരീക്ഷകൾ വഴിയാണ് മിക്ക സ്ഥാപനങ്ങളിലും പ്രവേശനം നൽകുന്നത്. ബിരുദ പ്രോഗ്രാമുകൾക്കുള്ള പല പ്രവേശന പരീക്ഷകളും ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മുമ്പ് തന്നെ നടക്കാറുണ്ട്. IITകളിലെ ഡിസൈൻ പ്രവേശന പരീക്ഷകളായ UCET, CET എന്നിവ ജനുവരി 18-നാണ് നടക്കുന്നത്. ഒക്ടോബർ 1-ന് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID, NIFT അടക്കം പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും പ്രവേശന വിജ്ഞാപനങ്ങളും ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാന സ്ഥാപനങ്ങളെയും പ്രവേശന രീതികളെയും പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യമായി NID, കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള ഡിസൈൻ പഠന കേന്ദ്രമാണിത്. അഹമ്മദാബാദിലെ പ്രധാന ക്യാമ്പസിന് പുറമെ ഹരിയാന, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, അസം എന്നിവിടങ്ങളിലും BDIS പ്രോഗ്രാമുകൾ പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രിലിംസ്, ഫൈനൽ എന്നീ 2 ഘട്ടങ്ങളാണിതിന്. ഈ വർഷം +2 പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗിൽ 3 വർഷ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. PG പ്രോഗ്രാമായ MDISഉം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.nid.edu സന്ദർശിക്കാവുന്നതാണ്. അടുത്തതായി IIT. മുംബൈ, ഡൽഹി, ഗുവാഹത്തി, ഹൈദരാബാദ്, റൂർക്കി എന്നീ IITകളിലും ജബൽപൂരിലെ IIIT-DM-ലും വിവിധ സ്പെഷ്യലൈസേഷനോട് കൂടിയ 4 വർഷ ബാച്ചിലർ ഓഫ് ഡിസൈൻ BDIS പ്രോഗ്രാമുകൾ ലഭ്യമാണ്. IIT മുംബൈയിൽ 5 വർഷ ഡ്യുവൽ ഡിഗ്രി BDIS പ്ലസ് MDIS പ്രോഗ്രാമും ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ UCET വഴിയാണ് പ്രവേശനം. +2 ആണ് പ്രധാന യോഗ്യത. ഗുവാഹത്തി, റൂർക്കി IITകൾ, IIT-DM എന്നിവയിൽ +2 സയൻസ് സ്ട്രീമുകാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, CEPT യൂണിവേഴ്സിറ്റി അഹമ്മദാബാദ്, UPES ഡെറാഡൂൺ തുടങ്ങിയ പല സ്ഥാപനങ്ങളും UCET സ്കോർ വഴി ബിരുദ പ്രോഗ്രാമുകൾക്ക് പ്രവേശനം നൽകാറുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.uced.iitb.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്തതായി NIFT. കണ്ണൂരിലടക്കം രാജ്യത്തെ 19 NIFT ക്യാമ്പസുകളിലായി വിവിധ ഡിസൈൻ പ്രോഗ്രാമുകൾ ലഭ്യമാണ്. പ്രത്യേക കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ വഴിയാണ് ഇതിലേക്കുള്ള പ്രവേശനം. അപ്പാരൽ പ്രൊഡക്ഷനിലുള്ള BF ടെക് പ്രോഗ്രാംസിന് +2 സയൻസ് സ്ട്രീമുകാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ +2 പൂർത്തിയാക്കിയവർക്ക് NIFT കണ്ണൂർ ക്യാമ്പസിൽ 7 സീറ്റുകൾ, ഡൊമിസൈൽ സീറ്റുകൾ അധികമായുണ്ട്. വിവരങ്ങൾക്ക് nift.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്തതായി FDDI. പാദരക്ഷാ വ്യവസായ മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന സ്ഥാപനമായ ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെന്നൈ, ഹൈദരാബാദ് അടക്കം 12 ക്യാമ്പസുകളിൽ ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, ഫാഷൻ ഡിസൈൻ, ലെതർ, ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്നീ സ്പെഷ്യലൈസേഷനുകളിൽ 4 വർഷ BDIS പ്രോഗ്രാമുകൾ ലഭ്യമാണ്. റീറ്റെയിൽ ആൻഡ് ഫാഷൻ മാർക്കൻഡൈറ്റ്സിൽ BBA പ്രോഗ്രാമും ഉണ്ട്. CUET UG വഴിയാണ് പ്രവേശനം. വിവരങ്ങൾക്ക് www.fddiindia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്തൊരു മുൻനിര സ്ഥാപനമാണ് IICD, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ. ജയ്പൂരിൽ സോഫ്റ്റ് മെറ്റീരിയൽ ഡിസൈൻ, ഹാർഡ് മെറ്റീരിയൽ ഡിസൈൻ, ഫയർഡ് മെറ്റീരിയൽ ഡിസൈൻ, ഫാഷൻ ക്ലോത്തിങ് ഡിസൈൻ, ക്രാഫ്റ്റ്സ് കമ്മ്യൂണിക്കേഷൻ, ജ്വല്ലറി ഡിസൈൻ എന്നീ BDIS പ്രോഗ്രാമുകളുണ്ട്. വിവരങ്ങൾക്ക് www.iicd.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി കേരളത്തിലുള്ള ഡിസൈൻ പഠനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ NIFT കണ്ണൂർ ക്യാമ്പസിന് പുറമെ ഡിസൈൻ പ്രോഗ്രാമുകൾ നൽകുന്ന മറ്റു ചില സ്ഥാപനങ്ങളുമുണ്ട്. കേരള സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കീഴിൽ കൊല്ലം കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരളയിൽ 4 വർഷ BDIS പ്രോഗ്രാമുണ്ട്. വിവരങ്ങൾക്ക് iftk.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കൊല്ലം ചന്ദനത്തോപ്പിലുള്ള കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലും BDIS പ്രോഗ്രാമുണ്ട്. വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് പ്രോഗ്രാം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് iiht.kannur.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സംസ്ഥാനത്തെ വിവിധ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ത്രിവത്സര ബാച്ചിലർ കോഴ്സുകൾ നൽകി വരുന്നതായിട്ട് കാണുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.